താലി ഭാഗം 12. രചനാ സംഭാഷണം രുദ്രപ്രിയ. നിമ്മിയും നാദറയും വിഷ്ണുവും സ്റ്റീഫനും അവിടെ തന്നെ തറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നേ? അമ്മുവിന് പ്രണയമോ? അനാമിക എന്താ ഒന്നും പറയാത്തത്? എന്താണെങ്കിലും പറയാമല്ലോ. റാം അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ വാക്കുകൾക്കായി തപ്പിപ്പെറുക്കി. എനിക്ക് ഇതുവരെ ഏട്ടനോട് മറ്റൊരു രീതിയിലുള്ള സ്നേഹവും തോന്നിയിട്ടില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹരിയേട്ടനെയും ദേവേട്ടനെയുമാണ് ഓർമ്മ വരുന്നത്. അല്ലാത്തൊരിഷ്ടം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അവൾ പറയുന്നത് ഓരോന്നും റാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. പലപ്പോഴും ഞാനും നോക്കി നിന്നിട്ടുണ്ട്. അതെൻ്റെ ഏട്ടനെ പോലെ കരുതിയാണ്. എന്നോട് ക്ഷമിക്കണം. റാമിൻ്റെ മുന്നിൽ നിന്ന് കയ്യും കൂപ്പി അമ്മു പറഞ്ഞു. ദൂരെ ഇരുന്ന് നോക്കുന്നവർക്ക് ഇവളിത് എന്ത് തേങ്ങയാ കാണിക്കുന്നേ എന്ന ഭാവമായിരുന്നു. റാം കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നു. കോളേജിലെ ഏകദേശം പെൺപിള്ളേരും റാമിൻ്റെ പിന്നിലായിരുന്നു. പലരും റാമിന് വേണ്ടി തമ്മിൽ തല്ലുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇവൾക്ക് താൻ ഏട്ടനാണെന്ന്, ഏട്ടൻ്റെ സ്ഥാനത്താണെന്ന് എന്തു പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിന്നു റാം. ഒടുവിൽ ഒട്ടു നേരത്തെ മൗനത്തിന് ശേഷം റാം സംസാരിച്ചു തുടങ്ങി. അനാമിക പൊയ്ക്കോ. ഏട്ടൻ എന്നെ അമ്മൂന്ന് വിളിച്ചാൽ മതി. എൻ്റെ ദേവേട്ടനും ഹരിയേട്ടനും അങ്ങനെയാണ് വിളിക്കുന്നത്. ഏട്ടനും എന്നെ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നിഷ്കളങ്കത കലർന്ന അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ റാമിനറിയാതെ തന്നെ ചിരി വന്നുപോയി. ഓക്കെ, എൻ്റെ അമ്മുക്കുട്ടി പൊയ്ക്കോ. അമ്മു പുഞ്ചിരിയോടെ അവിടെ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വന്നു. റാമിനോട് സംസാരിച്ച് കൂളായി നടന്നു വരുന്ന അമ്മുവിനെ നോക്കി നാൽവർ സംഘം വായും പൊളിച്ചിരുന്നു. അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇരിക്കുന്നത് കണ്ട് നാദറയ്ക്ക് ദേഷ്യം വന്നു. എന്താടി മിണ്ടാതിരിക്കുന്നേ? എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുലക്കിടി. നിമ്മിയും ദേഷ്യപ്പെട്ടു. എനിക്ക് പറയുവാൻ അല്പം സമാധാനം താ, ഞാൻ പറയാം. അമ്മു മൂന്നിനെയും മാറി മാറി നോക്കി. ആ റാം നിന്നെ എന്തിനാ വിളിച്ചേ? അത് ആ ചേട്ടൻ എന്നോട് പ്രണയമാണെന്ന്. റാമിന് നിന്നോട് പ്രണയമോ? കോൾ അടിച്ചു മോളെ, നീ ഇനി കോളേജിലെ സ്റ്റാറാണ്, സ്റ്റാർ. എത്ര പെൺപിള്ളേരാണെന്നോ ആ ചേട്ടൻ്റെ പിന്നാലെ നടക്കുന്നത്. എൻ്റെ മോളെ, നീ ഭാഗ്യവതിയാണ്, നീ രക്ഷപ്പെട്ടില്ലേ. ഓരോ ഭാഗത്തു നിന്നും കമൻറ്റുകൾ തകൃതിയായി വന്നുകൊണ്ടിരുന്നു. അതിന് എനിക്ക് ആ ചേട്ടനോട് പ്രണയമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ദേവേട്ടനെയും ഹരിയേട്ടനെയും പോലെയാണെന്ന്. എന്തോന്ന്? കേട്ടത് എന്താണെന്ന് ഉറപ്പിക്കാൻ നിമ്മി വീണ്ടും വീണ്ടും ചോദിച്ചു. നിനക്കെന്താ നിമ്മി, ചെവി കേൾക്കില്ലേ? ഞാൻ പറഞ്ഞു ആ ചേട്ടനോട് എനിക്ക് പ്രണയമൊന്നുമില്ലെന്ന്. എന്നിട്ട് അത് കേട്ടിട്ട് അയാളൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? ക്ലാസ്സിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, നീ എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇവളോട് തോന്നിയ ഇഷ്ടം ഞങ്ങളോട് ആരോടെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ ആ ചേട്ടൻ്റെ ബൈക്കിൽ കയറി പോയേനെ. നീ എന്തൊരു ജന്മമാണ് എൻ്റെ അമ്മു. എടി, നീയല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് നിനക്ക് ആരോടോ പ്രേമം തോന്നുന്നു എന്ന്? സ്റ്റീഫൻ എന്തോ വലിയൊരു കാര്യം കണ്ടുപിടിച്ചതുപോലെ ചോദിച്ചു. അതെ പറഞ്ഞു, പക്ഷേ നീ കിടന്നുരുളുകയൊന്നും വേണ്ട. അതാരാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ അമ്മു? അത് ഞാൻ പറയാം, പക്ഷെ ഇപ്പോഴല്ല. അത് പറയാതെ എന്തായാലും നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. 3 പേരും കൂടി അവളെ വളഞ്ഞു. അത് പിന്നെ എനിക്ക്. അപ്പോഴേക്കും അവളെ കൂട്ടാനായി ഹരി എത്തിയിരുന്നു. അത് തന്നെ തക്കമെന്ന് കരുതി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഹരിയുടെ അടുത്തേക്ക് ഓടി. ബാക്കിയുള്ളവരെല്ലാം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരുന്നു. ഇനിയും ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അമ്മയുടെ സ്വഭാവം ഓരോ ദിവസം കഴിയുന്തോറും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായിരിക്കുകയാണ് JK. ഇത്രയും ദിവസം എന്നെയും ദേവിയെയും മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞത്. എങ്ങനെ കഴിഞ്ഞടാ അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെ പറയാൻ? ഞാൻ ഇന്നാണ് കേൾക്കുന്നതെല്ലാം. പക്ഷെ ദേവി ഇതൊക്കെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് JK ഇതൊക്കെ. അതുകൊണ്ട് അടുത്ത മാസത്തേക്ക് നീട്ടി വെക്കണ്ട. എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ ട്രാൻസ്ഫർ നീ റെഡിയാക്കി തരണം. മോളെ, ഒരു വീടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അതൊക്കെ നമ്മൾ സഹിക്കണം. പക്ഷേ ഇവിടെയെല്ലാം അതിര് കടന്നുപോയി. അന്നേ ഞാൻ നിന്നോട് പറയുന്നതല്ലേ മാറി താമസിക്കുന്ന കാര്യം.
പക്ഷെ നീ അന്നൊന്നും അത് കേട്ടില്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ ദേവന് മനസ്സിലായ സ്ഥിതിക്ക് അവൻ തന്നെ എല്ലാത്തിനും പരിഹാരം കണ്ടെത്തും. അമ്മാവൻ ദേവിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ദേവി, അവൾ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ട് ജെ.കെ. ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു ഭർത്താവായി പോയോ? ഞങ്ങളുടെ കുഞ്ഞ്. ആലോചിക്കും തോറും ദേവന് ഹൃദയം വല്ലാതെ നുറുങ്ങുന്ന പോലെ തോന്നി. ദേവ, നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. ഞാൻ ഇന്ന് തന്നെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള മെയിൽ ചെയ്യാം. താങ്ക്സ് ജെ.കെ. ഒരുപാട് നന്ദിയുണ്ട് നിന്നോട്. ദേവ, നിനക്ക് വിഷമം പങ്കുവയ്ക്കാൻ ഞാനെങ്കിലും ഇല്ലേടാ. പക്ഷേ എൻ്റെ കാര്യമോ? പറയാൻ വന്നത് പകുതിയിൽ നിർത്തി ജെ.കെ. ജയ. ഒരിടർച്ചയോടെയാണ് ദേവൻ അയാളെ വിളിച്ചത്. സോറിടാ, ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിന്റെ കാര്യം മറന്നു. എന്നോട് ക്ഷമിക്കടാ. ദേവൻ ജയകൃഷ്ണനെ ചേർത്ത് പിടിച്ചു. ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലടാ. അപ്പോഴാണ് ഞാൻ നിന്റെ മുന്നിൽ പതറിപ്പോകുന്നത്. ഞാൻ എന്ത് പറഞ്ഞാടാ നിന്നെ ആശ്വസിപ്പിക്കേണ്ടത്? നിന്നോട് പറയാനുള്ള നല്ല വാക്കുകളും ആശ്വാസ വാക്കുകളൊന്നും എൻ്റെ പക്കൽ ഇപ്പോൾ ഇല്ല. അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അനാമിക എന്താലോചിച്ചാണ് ക്ലാസ്സിലിരിക്കുന്നത്? ഇല്ല സാർ, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. അല്ലാതെ ദിവാസ്വപ്നം കണ്ടിരിക്കാനാണെങ്കിൽ ഇവിടേക്ക് ദയവ് ചെയ്ത് വരരുത്. പഠിക്കാൻ താല്പര്യമില്ലാത്ത ഓരോന്നിനെ പിടിച്ച് ക്ലാസ്സിലിരുത്തി ബാക്കിയുള്ളവരുടെ സമയം കളയും. ദത്തൻ അവളെ കനപ്പിച്ച് നോക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. അമ്മുവിന് വല്ലാത്ത ഇൻസൾട്ടായി തോന്നി. കോളേജിൽ നിന്ന് ഇറങ്ങിയത് മുതൽ വല്ലാത്ത തലവേദനയായിരുന്നു. ഹരിയേട്ടനെ വിളിച്ച് സുഖമില്ലെന്ന് കാര്യം പറഞ്ഞപ്പോൾ വീട്ടിൽ പോകാൻ പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടോ ക്ലാസ്സിൽ തന്നെ വരാമെന്ന് കരുതി. അതുകൊണ്ടാണ് ക്ലാസ്സിലെത്തിയത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വച്ച് തന്നെ വല്ലാതെ അപമാനിച്ചിരിക്കുന്നു. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. നെഞ്ച് വിങ്ങിപ്പോയി. അമ്മുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ട്യൂട്ടോറിയൽ വന്നത് മുതൽ ഉഴപ്പെല്ലാം മാറ്റിവെച്ച് നല്ല രീതിയിൽ പഠിക്കുകയാണ്. അമ്പൂട്ടൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഏട്ടത്തിയെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിക്കുമായിരുന്നു. അത്രയും ആത്മാർത്ഥമായി പഠിക്കുന്ന തന്നോട് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ വിഷമം തോന്നാതിരിക്കും? മുൻപാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കേട്ട് മിണ്ടാതെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരും. തലവേദന കാരണം കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അവൾ ഡെസ്കിൽ പിടിച്ചു നിന്നു വീഴാതിരിക്കാൻ. പക്ഷേ ബാലൻസ് പോയി അമ്മു മറിഞ്ഞ് നിലത്തേക്ക് വീണു. സാർ, സാർ. വിളിയച്ച കേട്ട് ദത്തൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചു കുട്ടികൾ ആരുടെയോ ചുറ്റും കൂടിയിരിക്കുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അനാമിക. എല്ലാവരും മാറി നിൽക്ക്, കുറച്ച് കാറ്റ് കിട്ടട്ടെ. അനാമിക, ഡോ. ദത്തൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. അനക്കമൊന്നുമില്ലാതായപ്പോൾ അവൻ വല്ലാതെ ഭയന്നുപോയി. ദത്തൻ അവളെ നിലത്തു നിന്നും കോരിയെടുത്ത് ബെഞ്ചിൽ കിടത്തി. അപ്പോഴേക്കും ആരോ ഒരാൾ വെള്ളവുമായി വന്നു. അത് അമ്മുവിൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു കൊടുത്തു. അമ്മു കണ്ണ് പതിയെ വലിച്ചു തുറന്നു. ചുറ്റും നിൽക്കുന്നവരെ ഞെട്ടി നോക്കി. ഭയന്ന് വേഗം ചാടി എഴുന്നേറ്റു. റിലാക്സ് അനാമിക, റിലാക്സ്. ദത്തൻ്റെ ഒച്ച കേട്ട് അവൾ അവനെ തന്നെ ഏറെ നേരം നോക്കി. എന്താ, തനിക്ക് സുഖമില്ലേ? അവളുടെ നെറ്റിയിലേക്ക് കൈ തൊട്ടു നോക്കിക്കൊണ്ട് ദത്തൻ ചോദിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? പിന്നെന്താ തല കറങ്ങിയത്? തലവേദനയായിരുന്നു സാർ. ഏട്ടനെ ഒന്ന് വിളിക്കുമോ? വല്ലാത്ത അവശതയോടുകൂടി അമ്മു ചോദിച്ചു. ദത്തൻ ഫോണുമായി പുറത്തേക്കിറങ്ങി. ഹലോ ഹരി. ആദ്യ ബെല്ലിൽ തന്നെ കോൾ അറ്റൻഡായി. ദത്ത, അമ്മുവിന് സുഖമില്ല, തലവേദനയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാത്തത്. എന്നെ വിളിച്ചിരുന്നടാ. അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇന്ന് പോകേണ്ടെന്ന്. അമ്മു ട്യൂട്ടോറിയൽ എത്തില്ല എന്ന് കരുതിയായിരുന്നു ഹരി സംസാരിച്ചു തുടങ്ങിയത്. എടാ, അതല്ല, അനാമിക ക്ലാസ്സിൽ വന്നിരുന്നു. ദത്തൻ നടന്ന കാര്യങ്ങൾ ഹരിയെ പറഞ്ഞു കേൾപ്പിച്ചു. സോറി ഹരി, ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ വഴക്ക് പറഞ്ഞതാണ്. സുഖമില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. എടാ, അവളെ വിളിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഓവർ ടൈം എടുത്തിരിക്കുകയാണ്. ഇറങ്ങുമ്പോൾ എന്തായാലും 9 മണിയാകും. ദേവേട്ടനെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചാൽ ദേവേട്ടനും ലേറ്റ് ആവാനാണ് സാധ്യതയെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവളോട് ഇന്ന് ട്യൂട്ടോറിയൽ പോകണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അമ്മുവിനെ ഒന്ന് വീട്ടിൽ കൊണ്ട് വിടാമോ? ഇപ്പോഴത്തെ കാലമല്ലേ, ഒറ്റയ്ക്ക് ഓട്ടോയിൽ പറഞ്ഞു വിട്ടാലുള്ള പേടി കൊണ്ടാണടാ. എനിക്കൊരു 3/4 മണിക്കൂർ കൂടി ക്ലാസ് ഉണ്ട് ഹരി. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവിട്ടാൽ മതിയെങ്കിൽ ഓക്കെ. മതിയടാ, അതുവരെ അവൾ ഓഫീസിൽ തന്നെ ഇരുന്നു കൊള്ളും. അമ്മുവിനെ സുരക്ഷിതമായി
എത്തിക്കാൻ ദത്തനെ ഏർപ്പാട് ചെയ്തുകൊണ്ട് ഹരി ആ ഫോൺ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. സന്ധ്യയ്ക്ക് ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തി അമ്പൂട്ടനെയും മടിയിൽ വെച്ച് രാമനാമം ജപിക്കുകയാണ് ദേവി. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഗേറ്റിനടുത്തേക്ക് നീളും. എന്നും 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തുന്നവളാണ് ഹരിയും അമ്മുവും. ഇന്ന് ഇത്ര നേരമായിട്ടും രണ്ടുപേരെയും കാണാനില്ല. ദേവേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. ദേവിക്ക് സന്ധ്യാനാമം ചൊല്ലി തീർന്നപ്പോൾ മുതൽ വല്ലാത്ത വെപ്രാളമാണ്. അവൾ എഴുന്നേറ്റ് അമ്മാവൻ്റെ റൂമിലേക്ക് ചെന്നു. എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദിവാകരൻ. റൂമിന് മുന്നിൽ ദേവി നിൽക്കുന്നത് കണ്ട് അയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ, എന്താ കാര്യം? മുഖമെന്താ വല്ലാതിരിക്കുന്നേ? അമ്മാവ, അമ്മു ഇതുവരെ വന്നിട്ടില്ല. ഹരിയെയും ദേവേട്ടനെയും വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. അമ്മാവനൊന്ന് തിരക്കാമോ? എവിടെ പോയിരിക്കുകയാണ്? അവരെന്താ ലേറ്റാകുന്നതെന്ന്? എനിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല. മനസ്സിനാകെ ഒരു വെപ്രാളം. രാമുലെ, അമ്മു ഇവിടുന്ന് പോയപ്പോൾ തന്നെ വയ്യാത്തതുപോലെയായിരുന്നു. അതിനെന്താ, മോൾ സങ്കടപ്പെടാതെ. ഞാനൊന്ന് വേഷം മാറി വരട്ടെ. കുഞ്ഞുമായി ദേവി ഉമ്മറത്തേക്ക് വരുമ്പോൾ കണ്ടു ഭവാനിയമ്മയെ. അവൾക്ക് പിന്നിലായി വരുന്ന ഏട്ടനെ സൂക്ഷിച്ചു നോക്കി ഭവാനിയമ്മ. ത്രിസന്ധ നേരത്ത് ഏട്ടനിതെവിടെ പോകുന്നു? അമ്മു ഇതുവരെ വന്നിട്ടില്ല ഭവാനി. ഞാൻ ആ ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ദേവനെയും ഹരിയെയും വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. ദേവിമോൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. നേരെ ഇത്രയായില്ലേ? ഏട്ടൻ ഇവളുടെ വക്കാലത്തും കൂട്ടുകൊണ്ട് ഇറങ്ങിയതാണോ? വേറെ പണിയില്ലേ? എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നത്. അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഹരിയല്ലേ? അവൻ ഇപ്പോൾ വരും. അതന്വേഷിച്ച് ഏട്ടൻ ഇനി ഒരിടത്തും പോകണ്ട. എനിക്കും എൻ്റെ ആൺമക്കൾക്കും ഇല്ലാത്ത വെപ്രാളവും വേദനയും ഒന്നും നിനക്ക് വേണ്ട. ഓ, പിന്നെ എന്തൊരു സ്നേഹമാണ് നാത്തൂനോട്. കിട്ടിയ അവസരത്തിൽ ദേവിയെ വല്ലാതെ കുത്തി വേദനിപ്പിച്ചു ഭവാനി. അപ്പോഴേക്കും ഗേറ്റ് കടന്ന് ഒരു ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നു. ബൈക്കിൽ നിന്നും അമ്മു ഇറങ്ങി. ഭവാനിയുടെ മുഖം വിളറി വെളുത്ത് കടലാസ് പോലെയായി. അമ്മുവിനെ പിടിച്ചുകൊണ്ട് വരുന്ന ആളിലായിരുന്നു അവരുടെ ശ്രദ്ധ. എന്നാൽ ദേവി കുഞ്ഞിനെ അമ്മാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് വേഗം ഓടി പുറത്തേക്കിറങ്ങി. എന്താ അമ്മു, എന്ത് പറ്റി മോളെ? വയ്യേ നിനക്ക്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരമ്മയുടെ ആവലാതിയോടുകൂടി ദേവി ചോദിച്ചു. അമ്മു ഒരു ചായാൻ തോള് കിട്ടിയ സന്തോഷത്തിൽ അവളുടെ ഏട്ടത്തിയുടെ മേലേക്ക് ചാഞ്ഞു. തലവേദനയാണ് ഏട്ടത്തി. അവളുടെ ശബ്ദത്തിൽ അവശത നിറഞ്ഞു. ദേവി വേഗം അമ്മുവിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി. പുറത്തു നിൽക്കുന്ന ആളെ തന്നെ ദിവാകരൻ നോക്കി. കയറിയിരിക്കൂ. ചിരിച്ച മുഖത്തോടുകൂടി അമ്മാവൻ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. വേണ്ട, ഞാൻ ഹരിയുടെ ഫ്രണ്ടാണ്, അമ്മുവിൻ്റെ ട്യൂട്ടോറിയലിലെ മാഷ്. ഹരി വരാൻ വൈകും. അതുകൊണ്ടാണ് എന്നോട് അമ്മുവിനെ ഇവിടെ വരെ കൊണ്ടുവിടാൻ പറഞ്ഞത്. അമ്മുവിന് സുഖമില്ല. അപ്പോഴേക്കും അകത്തുനിന്ന് ദേവി ഉമ്മറത്തേക്ക് എത്തി. അകത്തേക്ക് കയറിയിരിക്കൂ. ഹരി ഇപ്പോൾ വിളിച്ചിരുന്നു. ചായ കുടിച്ചിട്ട് പോകാം. അത് നിരസിക്കാൻ ദത്തനായില്ല. എന്നാൽ ദത്തനോട് ഒരക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്ന ഭവാനിയമ്മയിലായിരുന്നു അവൻ്റെ നോട്ടം. ദേവി അടുക്കളയിൽ പോയി ഒരു കപ്പ് ചായയുമായി വന്നു ദത്തന് നേർക്ക് നീട്ടി. അവൻ അത് ചിരിച്ചുകൊണ്ട് വാങ്ങി. അയാളത് വാങ്ങിക്കുടിച്ച് കപ്പ് തിരികെ നൽകി. ദേവി ഏട്ടത്തിയല്ലേ? ഹരി എപ്പോഴും പറയും. എന്നാൽ ഇറങ്ങട്ടെ ഏട്ടത്തി. വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി ദത്തൻ പറഞ്ഞു. ഇതെല്ലാം കണ്ട് ദേവിയെ ദഹിപ്പിക്കാനുള്ള അഗ്നിയുമായി ഭവാനി നിന്നു. ദത്തൻ്റെ ബൈക്ക് ഗേറ്റ് കടന്നതും ഭവാനിയമ്മ ദേവിയുടെ നേർക്ക് തിരിഞ്ഞു. ഉമ്മറത്ത് ഏതെങ്കിലും ആണൊരുത്തൻ എത്തിയാൽ അപ്പോൾ അവൾ പറന്നെത്തും. വഴിയെ പോകുന്നവന്മാരെ സൽക്കരിക്കാൻ എന്തൊരു ഉത്സാഹമാണ്. ഭവാനിയമ്മയുടെ വായിൽ നിന്ന് വിഷം തറച്ച വാക്കുകൾ ദേവി കേട്ടു. എന്തൊക്കെ വിവരക്കേടാ ഭവാനി നീ വിളിച്ചു കൂവുന്നത്? ആ കൊച്ചൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ, ഹരിയുടെ കൂട്ടുകാരനാണെന്ന്. ഹരി വരാൻ വൈകുന്നത് കൊണ്ടാണ് നമ്മുടെ അമ്മുമോളെ കൊണ്ടുവന്നതെന്ന് എന്നും പറഞ്ഞ് ഇവളോട് ആരാ പറഞ്ഞത് വഴിയിൽ പോകുന്നവരെയൊക്കെ സ്വീകരിക്കാൻ? ദേവിക്ക് വല്ലാത്ത വേദന തോന്നി അവരുടെ വാക്കുകളിൽ. ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് പോയി. തുടരും രുദ്ര രുദ്രപ്രിയ.